ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന ശേഷമുള്ള ആദ്യ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുന്നു. പ്രധാനമന്ത്രിയുടെ വീട്ടിലാണ് യോഗം പുരോഗമിക്കുന്നത്. അതിർത്തിയിലെ സാഹചര്യം എന്തെന്ന് മന്ത്രിസഭാ യോഗം വിലയിരുത്തും. ഇതിനുശേഷം സുരക്ഷാ കാര്യങ്ങൾ പരിഗണിക്കുന്ന ക്യാബിനറ്റ് സമിതിയുടെ യോഗവും ഉണ്ടാകും. പഹൽഗാം ഭീകരാക്രമണം നടന്ന ശേഷം ഈ സമിതി മൂന്നാമത്തെ തവണയാണ് യോഗം ചേരുന്നത്. ഇന്ത്യ പാക് DGMO തല ചർച്ച 48 മണിക്കൂറിനകം വീണ്ടും നടത്താനാണ് ധാരണ. അതിൽ സ്വീകരിക്കേണ്ട നിലപാടുകളും യോഗത്തിൽ ചർച്ചയാകും. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ പ്രതിനിധിയെ പാകിസ്ഥാൻ പുറത്താക്കിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യങ്ങൾ വിശദീകരിക്കാൻ സംയുക്ത സേനാ മേധാവിയും 3 സൈനിക മേധാവിമാരും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ടു. കിരൺ ബാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. കിരൺ, വെടിനിർത്തൽ ധാരണ ഇപ്പോൾ ഉണ്ട് എങ്കിൽ പോലും ഏത് സമയവും എന്തും പാകിസ്ഥാനിൽ നിന്ന് സംഭവിക്കാം എന്നുള്ള ഒരു ആശങ്കയുമുണ്ടല്ലോ. ആ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളും നടക്കുകയാണല്ലോ. ഇന്നത്തെ കേന്ദ്ര മന്ത്രിസഭാ യോഗം എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ്? കേന്ദ്ര മന്ത്രിസഭാ യോഗം തുടരുകയാണ്. കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാവും ഇതുവരെയുള്ള എന്തെല്ലാമാണ് ഇന്ത്യ എടുത്ത നിലപാടുകൾ, പാകിസ്ഥാന്റെ നിലപാടുകൾ എന്തായിരുന്നു, എങ്ങനെയാണ് തിരിച്ചടി നൽകിയത്, ഇന്ത്യയുടെ തുടർന്നുള്ള നിലപാടുകൾ, അത്തരം വിശദീകരണങ്ങളൊക്കെ പ്രധാനമന്ത്രി ഈ യോഗത്തിൽ നൽകിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന. ഔദ്യോഗികമായ സ്ഥിരീകരണമല്ല. പുറത്തുവരുന്ന സൂചന അനുസരിച്ച് ഇന്ത്യയുടെ നിലപാടുകളിൽ മന്ത്രിസഭാംഗങ്ങൾ വലിയ സന്തുഷ്ടി പ്രകടിപ്പിക്കുകയും അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകളും എന്തായാലും പുറത്തു വരുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയമായി എങ്ങനെയെല്ലാം ഇതിനെ നേരിടണം എന്നുള്ള വിഷയത്തിലും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് മന്ത്രിസഭാ യോഗത്തിൽ വിശദീകരണം ഉണ്ടാവാൻ വഴിയുണ്ട്. കാരണം കോൺഗ്രസ് അടക്കം പ്രധാനപ്പെട്ട ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മൂന്നാം കക്ഷി ഇടപെടലുണ്ടോ എന്നടക്കമുള്ള ആരോപണങ്ങൾ, അത്തരം വിഷയങ്ങളിലടക്കമുള്ള മറുപടിയും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഈ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷമാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി യോഗം ചേരുക. ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങൾ അവിടെയാവും ഉണ്ടാവുക. കാരണം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇനി പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ എങ്ങനെ വേണം തിരിച്ചടി നൽകേണ്ടത്, നേരത്തെ തന്നെ ഇന്ത്യ അക്കാര്യത്തിൽ അനൌദ്യോഗികമായ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇനി ഏതെങ്കിലും തരത്തിൽ ഭീകരാക്രമണം ഉണ്ടായാലടക്കം അതിനെ ഒരു യുദ്ധമായി തന്നെ, രാജ്യത്തിനെതിരായ യുദ്ധമായി തന്നെ കണക്കാക്കി തിരിച്ചടി ഉണ്ടാവും എന്നുള്ളത്, അതും കൃത്യമായി ഇന്ത്യ പാകിസ്ഥാനെ നേരത്തെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ ഇന്നത്തെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയിലാണ് തീരുമാനമുണ്ടാകുക. പ്രതിരോധ മന്ത്രാലയം, പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി, ഒപ്പം വിദേശകാര്യമന്ത്രിയും ധനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അടക്കം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയും യോഗത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് യോഗത്തിൽ പങ്കെടുപ്പിക്കാറുണ്ട്. ആ യോഗത്തിലാണ് ഇത്തരം അതീവ രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ച്, ഭാവിയെ സംബന്ധിച്ച് അതീവ സുപ്രധാനമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുക. എല്ലാ തീരുമാനങ്ങളും ചിലപ്പോൾ പുറത്തു വരണം എന്നില്ല. പക്ഷേ ചില തീരുമാനങ്ങളൊക്കെ രാജ്യം പുറത്തേക്ക് അറിയിക്കണം എന്നുണ്ടെങ്കിൽ അത്തരം തീരുമാനങ്ങൾ വിശദീകരണം ഉണ്ടാവാനും വഴിയുണ്ട്. എന്തായാലും അതീവ സുപ്രധാനമായ ഈ യോഗം ചേരുന്നുണ്ട് എന്ന് തന്നെ. ഇനി ഏത് തരത്തിലേക്ക് സൈന്യത്തിന് നിർദ്ദേശം നൽകണം, ഏത് തരത്തിലേക്കുള്ള സന്ദേശമാണ് സർക്കാർ സൈന്യത്തിലേക്ക് നൽകുന്നത്, രാഷ്ട്രീയ സന്ദേശം എന്താണ്, അങ്ങനത്തെ ഒരു തിരിച്ചടിയുടെ സാഹചര്യം വന്നാൽ എങ്ങനെ തിരിച്ചടിക്കാം എന്നുള്ള സന്ദേശം നൽകുക, അത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനം ഇതിലുണ്ടാവും എന്നും പ്രതീക്ഷിക്കുന്നു. ശരി, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.